പൂജ എല്ലാം കഴിക്കുന്നത് ഇവിടെയാണ്. സെന്റർ ഇവിടെ വരിക. മന്ദിരം എന്നുള്ളത് അല്ല നമ്മുടെ നിങ്ങള് നാളെ ഇവിടെ കമ്പിയുടെ പ്രശ്നം വന്നാൽ നമുക്ക് ഡിസ്കൗണ്ട്സ് വരുന്നില്ല. ഒരു വിഷയമില്ല, യാതൊരു വിഷയമില്ല ആ രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ അടുത്ത തലമുറയ്ക്ക് അല്ല പറയണത്, നിങ്ങൾക്ക് തന്നെ ഇതിന് യോഗം ഉണ്ടെന്നാണ് പറയണേ. ഗുരുവിൻ്റെ ഇത്തരത്തിലുള്ള ബൃഹത്തായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള യോഗം നിങ്ങൾക്ക് തന്നെ നിമിത്തപ്രകാരം ഗുരു തന്നിട്ടുണ്ട്. അപ്പം അതിനുള്ള ആദ്യത്തെ വേരാണ് നമ്മളെല്ലാവരും. ഇനി നിങ്ങൾ ഞങ്ങൾ വേണ്ട, നമുക്ക് ഒരുമിച്ച് അപ്പോൾ ഇതിന് സ്ഥാനം നിർണ്ണയിക്കാം. സെക്രട്ടറി പ്രസിഡന്റ് മേടിക്കേ ഇപ്പുറത്തേക്ക് സുമാരായിട്ട് സെക്രട്ടറി നേരെ ഇങ്ങോട്ട് തിരിഞ്ഞ് കിഴക്കോട് ഞാൻ സർവാനുഗ്രഹസാധ്യർത്ഥം സ്ഥാനാദിത്യം കന്നിരാശീതമുത്തമ സ്ഥിതീനാം ശിവാദിശ്രീ ഗുരു. അപ്പോൾ നമുക്ക് സർവ്വദൈവാധീനത്തോടും കൂടി ഗുരുവിൻ്റെ പൂർണ്ണകൃപാ കടാക്ഷം കൊണ്ടും ശംഖുകുറ്റി സ്ഥാപിക്കാന്ന് പറയും. ശംഖുകുറ്റി സ്ഥാപിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കണേ. ഇനി ഈ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഓരോരുത്തരും ഒരു 3 അടി വീതം സ്വാമി ഇവിടെ എല്ലാവരും ഒന്ന് ഒരു കർപ്പൂരാരതി തന്ത്രികളെ ജോണെ കർപ്പൂരം എടുത്തിട്ട് വന്നേ. അടിച്ചാ എല്ലാവരും അതിൽ ഭാഗമാവട്ടെ. നമ്മുടെ എല്ലാവരും അതിന്റെ സ്ഥാപിക്കുന്നതിൽ മാസ്ക് എടുത്ത് അടിച്ചോളൂ. ലിപിതങ്ങളാൽ എഴുതപ്പെടണമെന്നാണ്. ബാബുരാജാണ് നമ്മുടെ സ്ഥലത്തിന്റെ നോട്ടക്കാരൻ. ഇവിടെ തൊട്ടപ്പുറത്തല്ലേ എപ്പോഴും നമ്മുടെ കൂടെ ആചാരം അടിക്കണല്ലോ. ഭയങ്കര വിമർശനം. അധികാരിനെ കൊണ്ട് ഉറപ്പിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. വെയിറ്റുള്ള കത്തി വേണം. വെയിറ്റുള്ള കത്തി എന്തിയെ
അതുകൊണ്ട് ഞാനേ യൂട്യൂബ് ചെയ്തിരുന്ന അങ്ങനെ അതിലിങ്ങനെ മയങ്ങി ഒരു എന്തെങ്കിലും ഒരു പുഷ്പം നടത്തി രാശി ഒന്ന് നോക്കും. നിങ്ങൾ ഇവിടെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ട് മാസത്തിലോ അല്ലെങ്കിൽ വിശേഷാലോ എനിക്ക് പറ്റാവുന്ന സമയത്ത് നിങ്ങളൊരു 1 മണിക്കൂർ അതിനുവേണ്ടി എല്ലാവരും നിയോഗിക്കാൻ തയ്യാറാണെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ, ആധ്യാത്മികമായിട്ട് ജ്യോതിഷായിക്കോട്ടെ, വാസ്തു ആയിക്കോട്ടെ, തന്ത്രം ആയിക്കോട്ടെ, പൂജ ആയിക്കോട്ടെ, ഇനി നമ്മുടെ സനാതന ധർമ്മത്തിൽ തോന്നിയതായിട്ടുള്ള എന്തൊരു സംശയത്തിനും സംശയ നിവാരണത്തിന് 1 മണിക്കൂർ നിങ്ങൾ ഇരുന്നാൽ ആ 1 മണിക്കൂർ ഞാൻ അവിടെ നിന്ന് ചെയ്തു തരാം. എന്ത് സംശയങ്ങളിലും ചോദിക്കാം, അതിന് ഉത്തരം ആ പ്രസൻസിൽ തരാൻ പറ്റും. അതിന്റെ സംശയം ഏതാ? കന്നി ആണോ? കന്നി. ഓ പിന്നെ അത് വിട്ട് എന്താ പറയാ? സാന്നിധ്യം പോയി സർവ്വദൈവാധീനം. ഇതൊക്കെയാണ് ഗുരുവിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. അല്ലാതെ കുറെ സമ്പത്ത് ഉണ്ടാവുക അല്ലെങ്കിൽ വലിയ പ്രശസ്തി ഉണ്ടാവുക ഇതൊന്നുമല്ല. ഗുരുവിന്റെ അനുഗ്രഹം നമുക്ക് നാളത്തേക്ക് വേണ്ടിയുള്ള തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരു ബൃഹത്തായിട്ടുള്ള ഒരു പ്രവർത്തനം ചെയ്യാൻ നമുക്ക് സാധിച്ചെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. കാരണം വരും തലമുറ, നാളെ നമ്മുടെ മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ 7 തലമുറയ്ക്ക് അതിന്റെ പുണ്യം നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. ഒരു സ്വത്ത് കൊടുത്താൽ ചിലപ്പോൾ ആ നിമിഷം അവരത് തീർക്കും. പക്ഷെ ഈ പുണ്യം എന്നുള്ള സംഗതിനെ തീർക്കാൻ പറ്റുന്നതല്ല, അത് അനുഭവിക്കുക. അതുകൊണ്ട് അതിനുള്ള യോഗം ഗുരു തരട്ടെ. ഭംഗിയാവും അല്ലേ? ഓ ധൈര്യമായിട്ട് ആഡ് ചെയ്തോളൂ. വെക്കാം. ഇതൊക്കെ കഴിഞ്ഞ് ഭാവിയിൽ ഇവിടെ ക്ലാസ് ഒക്കെ വരുന്ന സമയത്ത് അറിയിക്കുക. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളെ കുറിച്ചും, അതായത് ഇപ്പോൾ തമിഴ്നാട്ടിലായാലും ഒക്കെ തിരുപ്പതിയിലൊക്കെ, തിരുപ്പതി സാംസ്കൃതിക വിദ്യാപീഠത്തിലാണ് എൻ്റെ PhD. അപ്പോൾ അവിടെ ഈ പ്രഭാഷണങ്ങളൊക്കെ സെറ്റ് ചെയ്യും. അപ്പോൾ വന്നിട്ട് ഒരു 2 മണിക്കൂർ ശില്പശാലയാണ്, 1 മണിക്കൂർ പ്രഭാഷണമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സനാതന ധർമ്മത്തിൽ രാവിലെ എണീറ്റത് മുതൽ വൈകിട്ട് കിടക്കുന്നതിനുള്ള ഹിന്ദുവിൻ്റെ സംസ്കാരം എന്താണ്, അതിൻ്റെ സയന്റിഫിക് വശം എന്താണ്, എന്തിനാണ് ശാസ്ത്രീയതയും ആധ്യാത്മികതയും ഒരുമിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പിന്നത്തെ 1 മണിക്കൂർ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. അത് മനസ്സിലാക്കാം. ഒരു ലിങ്ക് ഉണ്ടാക്കിയത് നമ്മൾ ക്ലാസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എല്ലാവരും കൂടെ ആ ഡേറ്റ് ഫോട്ടോ എടുക്കാം. വീഡിയോ എടുത്തോ, അതുകഴിഞ്ഞിട്ട് ജോൺ ഒരു ഫോട്ടോ എടുക്കട്ടെ, പേപ്പറിൽ കൊടുക്കാം. അത് കാണണം. ഇത് എൻ്റെ ഫോട്ടോ കാണുന്നില്ലേ? ഫുള്ള് കൊടുക്കും. വീഡിയോ അല്ല, ഫോട്ടോ ഇത്. അപ്പോൾ എല്ലാവരും അയ്യപ്പ സേവസംഘത്തിൻ്റെ ഒരു ബുക്കുണ്ട്. അതൊന്ന് എല്ലാം നമ്മുടെ സംഘടനപ്പെട്ട പറ്റാവുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഒന്ന് പേര് കൊടുത്താൽ അദ്ദേഹം അഡ്രസ് അയച്ചു കൊടുത്താൽ നമ്പർ പറയും. നമ്മളെല്ലാവരും ദൈവികപരമായി ചിന്തിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പം കേരള സ്റ്റേറ്റ് സെക്രട്ടറി പിന്നെ കർണാടക വന്ന എങ്ങനെ? ഇവിടുത്തെയും ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ സമന്വയുടെ അവസരമായ പ്രസിഡന്റാണ്, വേറെ കുറച്ച് കാര്യത്തിന് പ്രസിഡന്റ്. കേരളത്തിലെ എൻ്റെ തന്നെ ഞാനത് നോക്കിക്കോളൂ. വേറെയും വേറെ കുറച്ച് പ്രസിഡന്റ്. ഞാൻ പറയാം, സാജൻചേട്ടൻ മറ്റേ റെനി ഒക്കെ ഓരോ അഡ്രസ്സും കാര്യങ്ങളും കൊടുത്താൽ നമുക്ക് ഗുരുദേവന്റെ ബുക്ക് കൊണ്ടുവന്നുണ്ടോ? അല്ലല്ലേ ബുക്ക് കൊണ്ടുവന്നിട്ടില്ല. ശ്രീധരി കോട്ടയത്തോ? കരൂരി തിരുവനന്തപുരത്ത് പട്ടയം കൂടെ. ഒരു സെക്കൻഡ്. തൃശ്ശൂർ ഭാഷ. തീർച്ചയായിട്ടും ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഈ ഒരു അവസരത്തിൽ SNDP എന്നുള്ള പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച നമ്മുടെ ബാംഗ്ലൂർ മലയാളികളായിട്ടുള്ള അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു 2 ഡ്യൂറേഷൻ പ്രസിഡൻ്റായിട്ടും സെക്രട്ടറിയായിട്ടും വൈസ് പ്രസിഡൻ്റായിട്ടും നമ്മുടെ പ്രകാശ് ജി, നമ്മുടെ വിജയാരൻ, നമ്മുടെ സുമാരേട്ടൻ, നമ്മുടെ രാജ്യത്തിന് ബാബുട്ടൻ, ഇങ്ങനെയുള്ള എല്ലാവരുടെയും മറ്റുള്ള നിറസാന്നിധ്യം കൊണ്ട് ഇങ്ങനൊരു പ്രസ്ഥാനം വളർന്നു. അത് നമ്മുടെ വാസ്തുപ്രകാരം തന്ത്രിയും അതുപോലെ കർമ്മേത്വം വഹിച്ചിട്ടുള്ള രാജ്ജിയും അവരുടെ ആ
ഒരു വിഷൻ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകൾ നമ്മൾ തത്വശാസ്ത്രത്തിൽ കൂടെ മനസ്സിലാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുമ്പോൾ വളരെയധികം ഉയർച്ചയുള്ളൊരു പ്രസ്ഥാനമായിട്ട് ഇത് മാറും. എല്ലാവരും ഇന്നത്തെ ഒരു നമ്മുടെ ആ ഒരു ലക്ഷണ പ്രകാരം അത് വളരെ ഭംഗിയായിട്ട് നല്ലൊരു പോസിറ്റീവ് എനർജിയുള്ള സ്പേസാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ആ പ്രകാരം അത് നല്ല ഉയർച്ചയിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ അടുത്ത തലമുറയ്ക്ക് പോകാതെ ഈ തലമുറയിൽ തന്നെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ വളർന്ന് പന്തലിച്ച് ഒരു മഹാപ്രസ്ഥാനമായിട്ട് ശ്രീനാരായണ സമിതിയുടെ SNDPയുടെ പ്രസ്ഥാനം കമ്മലി വളരട്ടെ എന്ന് ഈ വേദിയിൽ ആശംസിക്കുകയാണ്. അത് ഭഗവാന്റെ കാരണത്തോട് ഇന്നത്തെ എല്ലാ ലക്ഷണങ്ങളും വെച്ച് നോക്കിക്കൊണ്ട് വളരെ ഉയർച്ചയുള്ളതാണ്. എന്തായാലും ഈ നിറസാന്നിധ്യത്തിൽ ഈ ഭാരവാഹികളിൽ വഹിച്ചിട്ടുള്ള ഈ 2 ദിവസം കൊണ്ട് അതിന് സഹകരിച്ചിട്ടുള്ള ഒരുപാട് പേരുടെ പ്രയത്നം, നിരന്തരമായിട്ടുള്ള പ്രയത്നം ചിട്ടി നടത്തി മറ്റുള്ള ഇതും അങ്ങനെയുള്ള നിരന്തരം ഓരോ വീടുകളിൽ കൊറോണ കാലഘട്ടത്തിൽ പല വീടുകൾ പലരും ദർശിച്ചുകൊണ്ട് അവരിൽ നിന്നൊക്കെ ആ കോൺട്രിബ്യൂഷൻ മേടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം എത്രത്തോളം എത്തിച്ചു, ഈ നിലയിൽ എത്തിച്ച് ഇനിയുള്ള ഘട്ടങ്ങൾ എല്ലാം ഭഗവാന്റെ ഗുരുദേവൻ അനുഗ്രഹത്തോടെ ഭംഗിയായിട്ട് നടക്കും. ഇതിൻ്റെ പ്രയത്നം എല്ലാവരും കൂടെ നമ്മുടെ ഐക്യസമര സംഘത്തിൻ്റെ കേരള സ്റ്റേറ്റിൻ്റെ പേരിലും അല്ലെങ്കിൽ സാമാന്യ ആൾസർ വിഭാഗത്തിൻ്റെ പേരിലും മുത്തുമൻ ട്രസ്റ്റിൻ്റെ ചെയർമാൻ്റെ പേരിലും മറ്റുള്ള പല സംഘടന പേരിലും എല്ലാം കൂടി ഞാൻ ഈ അവസരത്തിന് എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇവിടെ രാമദാസ് ജി എന്താ പറയാമെന്ന് 2 വാക്ക് പറയാം. പറഞ്ഞോ രാമദാസ് ജി. പിന്നെ പേര് മന്ത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരെ മന്ത്രങ്ങളും ഒരു വളരെയധികം പവർഫുൾ മന്ത്രങ്ങളായിരുന്നു. ഇത്രയും ക്ലാരിറ്റി നല്ല ഉച്ചാരണത്തോടെ മന്ത്രങ്ങൾ ചെയ്യുന്നവർ കുറവായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. സാധാരണ മന്ത്രങ്ങൾ ഉച്ചരിച്ച് പറഞ്ഞാലാണ് മറ്റുള്ളവർ കേൾക്കുള്ളൂ. ഇവിടെ എന്താണ് ഇവർ ചെയ്തത് നമുക്കറിയണ്ടേ, നമ്മുടെ മനസ്സിനൊരു സംതൃപ്തി കിട്ടണം. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ശുഭമായിട്ടാണ് കണ്ടത്. പിന്നെ സ്ത്രീരത്നങ്ങൾ കാരണം ഇവരൊക്കെ വന്നു വരുന്നു, അത് തന്നെ ഒരു വലിയൊരു മുതൽക്കൂട്ടാണ്. എവിടെ സ്ത്രീരത്നങ്ങളാണ് ഇതിന് എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി നടത്തി പോവുക. പിന്നെ നിങ്ങളെപ്പോലെ എല്ലാ സാറ് പറഞ്ഞ പോലെ സജ്ജനങ്ങളെന്നാണ് പറയുക. ഇത്രയും സജ്ജനങ്ങളുടെ എല്ലാവരുടെയും ഐക്യമത്യം കൊണ്ടാണ് ഈ കാര്യം നടക്കുന്നത്. അതുപോലെ 100,000 ആളുകൾ നിങ്ങൾക്കിത് ഐക്യമത്യം ചേർന്നിട്ട് ഇതൊരു വിത്തിൻ 1 ഇയറിൽ തന്നെ ഇതൊരു മന്ദിരം നടക്കാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. എൻ്റെ മനസ്സിലാക്കി സുമരട്ടെ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ സാധാരണ നമ്മൾ ഈ കുറ്റിയടിക്കാനൊക്കെ ഇങ്ങനെയുള്ള അതെ, ഒരു മിനിറ്റ് അമ്മമാരാണ്. ഒരു കാര്യം നടക്കട്ടെ. നമസ്കാരം. സാധാരണ നമ്മൾ ഈ അമ്പലങ്ങളുടെ കുറ്റിയടി അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു പ്ലാൻ, ഒരു 10-65 വയസ്സുള്ള ഒരാൾ ഒരുപാട് ഇങ്ങനെ പൂനൂലൊക്കെ ഇട്ട് കുറച്ച് കടവയറൊക്കെ ഇട്ട് ഇങ്ങനെ ഭസ്മമൊക്കെ തൊട്ട് വരുന്ന ഒരാളാണ് നമ്മൾ സാധാരണ എല്ലായിടത്തും കാണാറുള്ളത്. അപ്പോഴാണ് നമ്മൾക്ക് തൃപ്തി വരുന്നത്. അപ്പം ഞാൻ ഇദ്ദേഹത്തിന് ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സംശയം. ഞാൻ നമ്മുടെ ലാൽശാന്തിനോട് സൂചിപ്പിക്കുകയും ചെയ്തു, ഇത് വളരെ ചെറുപ്പക്കാരനാണല്ലോ, ഈ പബ്ലിക് ഈ അംഗീകരിക്കുമോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. കാരണം ഉള്ള കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഞാൻ ലാൽശാന്തിനോട് പറഞ്ഞ് ഇത് വളരെ പയ്യനായിട്ട് തോന്നുന്നു. അപ്പോൾ ആളുകൾ ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്കൊക്കെ സാധാരണ നമ്മളൊരു 60 വയസ്സിന് മേലുള്ളവരാണ് പ്രതീക്ഷിക്കാറുള്ളത്. അവരാണ് ഇപ്പോൾ എല്ലാം നമ്പൂരിമാരാണല്ലോ കൂടുതൽ വരുന്നത്. അപ്പോൾ ഇത് പബ്ലിക്കിന് എങ്ങനെ ഏകുമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതൊന്നും പേടിക്കണ്ട, പുള്ളി ഒരുപാട് പ്രസ്ഥാനങ്ങൾ നടത്തുന്നതാണ്. PhD മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്തതാണ്. അങ്ങനെ ഒരുപാട് അസോസിയേഷനായിട്ട് 10,500 പിള്ളേർ പഠിപ്പിക്കുന്നതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു. സാധുക്കൾക്ക്, വീടില്ലാത്തവർക്ക്, പിന്നെ കുടുംബങ്ങൾക്ക് ദിവസം ഇങ്ങനെ ഭക്ഷണങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. മാസത്തിൽ പുള്ളിയുടെ സ്ഥാപനത്തിൽ കൊടകരയിൽ സ്വന്തമായിട്ടൊരു അമ്പലമുണ്ട്. അമ്പലത്തിലെ ആളുകളെ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾക്കൊരു മുതൽക്കൂട്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ കാരണം ഈ മന്ത്രം ചെല്ലുമ്പോ മന്ത്രത്തിന് എല്ലാത്തിന്റെ അക്ഷരങ്ങൾ സ്ഫുടമായിട്ടായിരുന്നു. മന്ത്രാക്ഷരങ്ങൾ സാധാരണ നമ്മൾ പറയുമ്പോൾ മന്ത്രത്തിന്റെ ആദ്യത്തെ അക്ഷരം മാത്രമേ കേൾക്കുള്ളൂ, പിന്നത്തെ അക്ഷരം അവർക്കും അറിയാൻ പാടില്ല, നമുക്കും അറിയാൻ പാടില്ല. ഇതെല്ലാ അക്ഷരവും വളരെ ക്ലിയർ ആയിരുന്നു. അത് തന്നെ കാരണം അതിന് കൂടുതൽ അതുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്പൂരിമാരും ബാക്കി ശാന്തിമാരൊക്കെ പറയുന്നത് ഒരു മന്ത്രം പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള തന്ത്രിക്കും അറിയാൻ പാടില്ല, മന്ത്രിക്കും അറിയാൻ പാടില്ല, പറഞ്ഞങ്ങ് പോവുകയാണ്. എല്ലാവരും കേട്ടിരിക്കും, അറിയാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ പറയുന്ന മന്ത്രം എന്താണെങ്കിലും അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള അക്ഷരങ്ങൾ സ്ഫുടമായിട്ട് നമുക്ക് എഴുതിയെടുക്കാവുന്ന രീതിയിലാണ് പറഞ്ഞത്. അതൊക്കെ ഒരു ഭയങ്കര അത് കാരണം അത്ര അറ്റാച്ച്മെൻ്റ് ആയിട്ടാണ് നമുക്കത് തോന്നുന്നത്. അപ്പോൾ വേറെ അങ്ങനെ സാധാരണ ചെയ്യാറില്ല, എല്ലാം നല്ല രീതിയിൽ പോകട്ടെ. അപ്പം നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ ഒരു പ്ലാൻ നമുക്ക് എത്ര ഫൗണ്ടേഷൻ പോകും അതിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ ഇട്ടിട്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതിപ്പോൾ നടക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തമ വിശ്വാസം. കാരണം ഒന്നുമില്ലാണ്ട് നമ്മൾ ഈ 10-50 ലക്ഷം രൂപ മുടക്കാമെങ്കിൽ അത് സാധാരണക്കാരിൽ നിന്ന് പിരിച്ചെടുക്കാമെങ്കിൽ ഇത് നമുക്ക് ഈസി ആയിട്ട് നടക്കാം. കാരണം ഈ സ്ഥാപനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് മുടക്കാനായിട്ട് ആഗ്രഹം ഉണ്ടാകും. ഈ ഗുരു പറഞ്ഞ പോലെ അങ്ങനെ ശങ്കിക്കേണ്ട.
അതിങ്ങനെ വന്നോളൂ. വന്നോളൂ. നമ്മളിവിടെ നിന്നാൽ മതി. ഇവിടുത്തെ നിമിത്തവും ലക്ഷണം തന്നെയാണ്. അത് എന്തിനാ? നമ്മുടെ ബിൽഡിംഗ് കെട്ടാൻ കഷ്ടം വരില്ല. അപ്പൊ ഇനി സഹകരിച്ച എല്ലാവർക്കും പ്രസാദ് സാർ ഉൾപ്പെടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. 36 പരം റിക്കുണ്ടെങ്കിലും 24 യൂസ് ചെയ്യണത്. ആ 36 റിക്കുകളെ കൊണ്ട് സ്തുതിക്കുന്ന ഭാഗ്യം സിദ്ധിക്കുന്ന യോഗത്തെയാണ് ഈ വേദത്തിൽ ഭാഗ്യസൂക്തം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂക്തങ്ങൾ അറിയാത്ത ഒരു വ്യക്തിയാണ് ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു വലിയ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയായിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പ്രായത്തെയോ അല്ലെങ്കിൽ ജനിച്ച കുലത്തെയോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളെ ഒന്നുമല്ല ഇതിൻ്റെ മാനദണ്ഡം. ആ വിഷയത്തിലുള്ള പ്രാവീണ്യത്തെ നമ്മൾ നിശ്ചയിക്കണം. ആ പ്രാവീണ്യം നമ്മളെല്ലാവരും നേടിയെടുക്കണം. വളർന്നു വരുന്ന നാളത്തെ തലമുറ ഈ പറയുന്ന ഗുരുമന്ദിരത്തിൽ വന്നിരുന്ന് ജപിച്ചുകൊണ്ട് ഗുരുവിൻ്റെ നാളത്തെ ഒരു സൂക്തം ചൊല്ലുവാൻ കഴിവുള്ളവനായി തീരണം. ആ ഗുരുവിൻ്റെ സൂക്തം ചൊല്ലുവാൻ കഴിവുള്ളവനായി തീർന്നാൽ ഓട്ടോമാറ്റിക്കലി അവനകത്തൊരു സിസ്റ്റം ഉണ്ടാവും. എന്ത്? മറ്റുള്ളവരെ എല്ലാവരെയും ഗുരുക്കന്മാരായിട്ട് കാണാനും അച്ഛനമ്മമാരെ ബഹുമാനിക്കാനും സമൂഹത്തിൽ വലിയൊരു മേഖലയിൽ ചെന്നിരിക്കാനുള്ളൊരു പവർ ആർജിക്കുവാനായിട്ട് സാധിക്കും. അതിനുള്ള കേന്ദ്രമായിട്ട് മാറും. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കലിയുഗത്തിലാണ്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ 4,32,000 വർഷമാണ് കലിയുഗം. അതിൽ 5,100 ആയിട്ടുള്ളൂ. ഇനി കിടക്കുകയാണ് ബാക്കി. 8,64,000 വർഷമാണ് ഇതിൻ്റെ തൊട്ട് മുന്നുള്ള ദ്വാപരയുഗം. അതിന് തൊട്ട് മുന്നേ ത്രേതായുഗം 12,96,000 വർഷമാണ്. അതിനു മുൻപ് സത്യയുഗമുണ്ട്, അത് 18,24,000 വർഷമാണ്. ഇങ്ങനെ എല്ലാം കൂടിച്ചേരുന്ന ഒന്നാണ് ഒരു ചതുർയുഗം. അങ്ങനെ 71 ചതുർയുഗങ്ങൾ ചേരുന്നതാണ് ഒരു മന്വന്തരം. അങ്ങനെ 12 മന്വന്തരങ്ങളിൽ 9ാമത്തെ വൈവസ്വത മനുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനൊക്കെ കറക്റ്റായിട്ടുള്ളൊരു പൊസിഷൻ ഉണ്ട്. ഒരു ത്രുടി, ഒരു ഇല എടുത്തിട്ട് ഒരു സൂചി കൊണ്ട് ഒരു കുത്തുകുത്തിയാൽ ഇലയിൽ ടച്ച് ചെയ്തിട്ട് സൂചി പുറത്തേക്ക് വരുന്ന സമയത്തിനെയാണ് ത്രുടി എന്ന് പറയാം. അത് തൊട്ട് ഈ മന്വന്തരം വരെയുള്ള വിവസ്വാൻ, ഈ പറയുന്ന കോടാനുകോടി വർഷങ്ങളുടെ കണക്ക് വരെ നമ്മുടെ ജ്യോതിഷ നിയമത്തിലുണ്ട്. അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ശാസ്ത്രമാണ് നമ്മൾ. ഈ ഗുരു പറയുന്ന തത്വത്തിലനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ അത്രയും പ്രോഗ്രസ് നമ്മുടെ ലൈഫിലുണ്ടാവും. അതിനുവേണ്ടി നമുക്ക് ഇന്നു മുതൽ, ഇനി നാളത്തേക്കെന്നല്ല, ഈ പ്രസൻസ് മുതൽ നമുക്ക് അതിനെ ആർജിക്കാൻ ശ്രമിക്കാം, അല്ലേ? ധാരയായിട്ട് പോട്ടെ. നാളെ മുതൽ നമുക്ക് ഇതിൻ്റെ ഓരോരോ പ്രവർത്തനങ്ങളിലും ഈ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഞങ്ങളെ ആഡ് ചെയ്തോളൂ. അതിലേക്ക് വേണ്ട അറിവുകൾ, ഗുരുവിൻ്റെ മന്ത്രങ്ങളായിക്കോട്ടെ, ഈ പ്രിൻസിപ്പിൾസ് എല്ലാം. ഐക്യം ഉണ്ടാവാൻ എന്ത് മന്ത്രം ജപിക്കണം? ഐക്യമത്യ സൂക്തം ജപിക്കണം. എല്ലാവർക്കും ജപിക്കാം. വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തോ ഭക്ഷണം വെക്കുന്ന സമയത്തോ ഐക്യമത്യ സൂക്തം ജപിച്ച് കഴിച്ചാൽ അല്ലെങ്കിൽ വിളമ്പി കഴിഞ്ഞാൽ ഐക്യം ഉണ്ടാവും. കാരണം ആ മന്ത്രത്തിന് ഓരോ ഇല്ലേ, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇങ്ങോട്ട് വരാനാണ്, വരും ഓട്ടോമാറ്റിക്കലി. അതെന്താ വെച്ചാൽ ആ ശബ്ദങ്ങൾക്ക് വൈഖരി എന്ന് പറയുന്നതിനൊരു ശക്തിയുണ്ട്. ഐക്യമത്യത്തിന് മനോ ഏവച, മനസ്സൊന്നായി തീരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. മനസ്സിനെ ഐക്യമുണ്ടായിത്തീരട്ടെ. അതുപോലെ നമ്മുടെ വാക്ക്, പ്രവൃത്തി, കർമ്മം എല്ലാം തന്നെ ഒറ്റ ഭാവത്തിൽ വരട്ടെ, കൂടെ ഉണ്ടാവട്ടെ എന്നാണ് ധരിക്കുന്നത്. അപ്പോൾ അത്രയും മഹത്വപൂരിതമാണ് നമ്മുടെ ഓരോ മന്ത്രങ്ങൾ. ഇപ്പം അദ്ദേഹം ചൊല്ലിയ മന്ത്രങ്ങളൊക്കെ ഗുരുവിൻ്റെ ഇല്ലേ എത്രയോ സ്ഫുടതയോടുകൂടിയാണ്. അങ്ങനെ ജപിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കണം, ഇല്ലേ? അതിലേക്ക് എത്തണം. ഭാവിയിൽ നമുക്കിവിടെ ഗംഭീരമായിട്ടുള്ളൊരു കേന്ദ്രമായിട്ട്, എല്ലാവരും അറിവിനെ ആർജിക്കാൻ വരുന്ന കേന്ദ്രമായിട്ട് തീരില്ലേ? എഡ്യൂക്കേഷണൽ വകുപ്പൂടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ട് കൂടി ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഒക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. അതിന് ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമസ്കാരം. മഹാഗുരുവിന്റെ സർവാനുഗ്രഹത്തിൽ എല്ലാവിധ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാവും. സർവൈശ്വര്യാന്റെ സർവാനുഗ്രഹവും മഹാദേവ മഹാഗുരുവിന്റെ സർവാനുഗ്രഹം മതി. ഞാൻ എല്ലാവരും സ്വാമിനെ അങ്ങോട്ട് അനുഗ്രഹിക്കണം. സ്വാമി അങ്ങോട്ട് മഹാദേവന്റെ സർവാനുഗ്രഹം